ഹായ് ഹലോ എല്ലാവർക്കും മനൂസ് വെജ് ക്ലബിൻ്റെ ദുബായ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. എവിടേക്കാണ് പോകുന്നത് നമുക്ക് വഴിയെ കാണാം. സൂര്യനുണ്ടെങ്കിലും നമ്മുടെ ഹെലികോപ്റ്റർ കൂട്ടൻ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം കറങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അവൻ കറങ്ങാൻ തുടങ്ങി. ഇന്നും നമ്മുടെ കൂടെ ശ്രീജിത്ത് ചേച്ചിയും അനുക്കുട്ടിയൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി സൺസെറ്റും കളറായി. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മറ്റെവിടേക്കുമല്ല, ദുബായിയുടെ തന്നെ ഒരു ഐക്കോണിക് പ്ലേസ് ആയിട്ടുള്ള ഗ്ലോബൽ വില്ലേജിലേക്കാണ്. അങ്ങനെ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് നടക്കുകയാണ്. മൊത്തത്തിൽ ലൈറ്റ്സിനെല്ലാം ഒരു പിങ്ക് തീമായിരുന്നു. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ എടുത്തിട്ടും വരാം. അങ്ങനെ ടിക്കറ്റ്സ് എല്ലാം എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറിയ ഉടനെ കാണുന്നത് ഇങ്ങനെയൊരു കാഴ്ചയാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു യൂറോപ്യൻ സ്ട്രീറ്റിൻ്റെ മാതൃകയിലാണ് നമുക്ക് തോന്നിയത്. ഇനി ഗ്ലോബൽ വില്ലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 28ാമത്തെ എഡിഷനാണ്. 1997 മുതലാണ് ഗ്ലോബൽ വില്ലേജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് സാധാരണ ഗ്ലോബൽ വില്ലേജ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടൈമിംഗ് നോക്കുകയാണെങ്കിൽ വൈകിട്ട് 4 മണി മുതൽ ഏകദേശം രാത്രി 12 വരെയാണ് ഇതിൻ്റെ ടൈമിങ്സ്. ദുബായിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ ആയാലും അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്നവരുടെ ആയാലും എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണ് ഗ്ലോബൽ വില്ലേജ്. ആരും ഒരിക്കലും മിസ്സാക്കാതിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 22 കൺട്രീസിൻ്റെ പവലിയൻസും അതുപോലെ തന്നെ 3 കോണ്ടിനെൻസുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവരുടെയും അതുപോലെ തന്നെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരുടെയും ഇവരെ രണ്ടുപേരും ഒരുപോലെ ആകർഷിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും വേണ്ടെങ്കിൽ കൂടി ഇതിലൂടെ നടന്ന് ഈ വക കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പോകുന്നത് തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത്യാവശ്യം നല്ലോണം നടന്ന് കാണാനുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് സമയം കണക്കാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഏറ്റവും മുന്നിലുള്ളത് ടർക്കിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതും അങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ അവിടെയുള്ളൊരു സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു ഫീലിലാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള ഫുഡ്സും അതുപോലെ തന്നെ ഷോപ്പിംഗ് ആയാലും ഡ്രസ്സായാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇവിടെ വന്ന് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തതാണ് അവരുടെ ഐസ്ക്രീം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത്. ഈ കാണുന്നത് ടർക്കിഷ് ടീ വിൽക്കുന്ന ഒരാളാണ് കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ലോണം നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മളതിന് പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ മുഴുവനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളിങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് നടക്കുകയായിരുന്നു പറഞ്ഞൊരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു ഫേമസ് ഫുഡാണ് ലുക്കൈമത്ത്. അത് നമുക്കിങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ഉണ്ടാക്കി അവരപ്പം തന്നെ ചൂടോടുകൂടി തരികയാണ് കേട്ടോ. ഇത് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് ഈ മൈദ കൊണ്ടാണ്. അത് എന്നിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ട് അതിൽ ഡേറ്റ് സിറപ്പും ചോക്ലേറ്റ് സിറപ്പും ഒക്കെ ഇട്ടിട്ടാണ് തരുന്നത്. നല്ല ചൂടുണ്ടാവും, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പിംഗ് ഒന്നും കാര്യമായിട്ട് ചെയ്തില്ലെങ്കിലും ഫുഡ് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തു. ഇതൊരു ടർക്കിഷ് ഐറ്റം ആയിരുന്നു കഴിക്കുന്നത്. ഇതിന് എൻട്രി ടിക്കറ്റ് കൊടുത്ത് ഉള്ളിൽ കയറിയാലും പിന്നെ ഇതുപോലെയുള്ള ഓരോ ഷോസ് ഉണ്ട്.
അതിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ വീണ്ടും എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. ഇത് അവിടെയുള്ള ഓപ്പൺ സ്റ്റേജാണ് കേട്ടോ. ഇതിലിടയ്ക്കിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് പേര് അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലുള്ള ഓരോ ഷോസാണ്. ഇവിടേക്കൊക്കെ കയറണമെങ്കിൽ വീണ്ടും എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫൺ ആക്ടിവിറ്റീസും ഉണ്ട്. നമ്മൾ പോയത് ഹാലോവീൻ ടൈമിലായിരുന്നു. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള ഏരിയയിൽ ഇതുപോലെയുള്ള പ്രോഗ്രാംസും നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ടോ, നമ്മളിപ്പോൾ എവിടെയാണ്, ഇനി എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ. പിന്നെ പോയത് ജപ്പാനിലേക്കാണ്. നമ്മളിങ്ങനെ ഓരോന്നിൽ കയറുമ്പോൾ ഞാൻ എവിടെയെന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. എല്ലാത്തിൻ്റെ ഉള്ളിലുള്ളത് ഷോപ്പിംഗ്, ഫുഡ്, ഡ്രസ്സ് എല്ലാം തന്നെയാണ്. ഇവിടെയും ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതാത് കൺട്രിയുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസാണ് അവിടെയുള്ളത്. കുട്ടികൾക്കൊക്കെ കുറച്ച് നടക്കുമ്പോഴേക്കും ചിലപ്പം മതിയായി എന്ന് വരും. പിന്നെ അവർ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ടിട്ട് അങ്ങനെ കൊണ്ടുപോകണം. എന്തായാലും അനുചേച്ചി ഉള്ളത് കൊണ്ട് അബിക്കുട്ടൻ കുറേ രക്ഷപ്പെട്ടു. ഇത് അവരുടെ ബാക്ക് സ്റ്റേജിലെ പ്രാക്ടീസ് സെഷനാണ്. അടുത്തത് നമ്മുടെ മറ്റൊരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്, യൂറോപ്പ്. ചില കാരണങ്ങളാൽ ഒരു പ്രാവശ്യം എനിക്ക് ഷെങ്കൻ വിസ റിജക്റ്റായി. അപ്പോൾ എന്തായാലും ഇങ്ങനെയെങ്കിലും ഒരു യൂറോപ്പിലേക്ക് കാലെടുത്ത് കുത്താൻ ഭാഗ്യമുണ്ടായി എന്ന് ആലോചിച്ചിട്ടാണ് കയറിപ്പോയത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ സന്തോഷം ഇവിടെ കയറിയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ്. സ്ട്രോബെറിയിൽ നല്ല ചോക്ലേറ്റ് ഒഴിച്ചിട്ട്, സ്ട്രോബെറി ചോക്ലേറ്റ്.
നമ്മളിങ്ങനെ ഓരോരോ കൺട്രീസിൽ കയറി ഇറങ്ങുമ്പോഴും അവരുടെ തനതായ രീതിയിലുള്ള സ്ട്രീറ്റ്സും ഷോപ്പിങ്ങും ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മളെടുത്തു, ചിലതൊക്കെ മിസ്സാക്കിയിട്ടുണ്ട്. ആഫ്രിക്കയിലെത്തിയപ്പോഴാണ് അവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈയൊക്കെ മസാജ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. മോയ്സ്ചറൈസറും ഒരു പാക്കും എല്ലാം ഇട്ട് സംഭവമൊക്കെ അടിപൊളിയാണ്, നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്തൊന്നുമില്ല. നമ്മൾ അവരോട് കുറേ വേണ്ട എന്നൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ അവർ വിടുന്നില്ല എന്തായാലും. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ജ്യൂസിൻ്റെയും പിക്കിളിൻ്റെയൊക്കെ സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. ഇത് അവിടുത്തെ ഒരു സ്പെഷ്യൽ കോഫിയാണ്. Scent Arabic coffee. Yes. And our coffee, it's so famous, you know? Famous coffee. Okay. You're welcome, sir, anytime. Sure. Oh, you're making it warm using sand. Yes, it's hot sand, you know? It's hot sand. Hot sand, yes. അവരിത് ഈ ചൂടായ മണലിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി എടുത്തിട്ടാണ് കോഫി ഉണ്ടാക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന കോഫിയാണ്. ഭയങ്കര സ്ട്രോങ് ആണ് സംഭവം. കുടിച്ചു നോക്കി അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടോളൂ. സംഭവം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. മധുരം ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ മധുരം ഇട്ട് ഒരുമാതിരി കഷായം കുടിക്കുന്ന പോലെ എല്ലാവരും കുഞ്ഞി കപ്പ് വാങ്ങി നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടാണ് അത് കുടിച്ചത്. ഒരാളെ കൊണ്ട് നമുക്ക് കുടിച്ചു തീർക്കാൻ പറ്റില്ല. പിന്നീട് നമുക്ക് ഗൂസ് ബംസ് തരുന്ന ഏറ്റവും പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. ദുബായിൽ പോയിട്ട് ഇന്ത്യ എന്ന് എഴുതി കാണുന്നു, നമ്മുടെ ഇന്ത്യയുടെ പവലിയനിലേക്ക് പോകുന്നു. വല്ലാത്തൊരു ഫീലായിരുന്നു അത്. ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷവും ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ. ബാക്കിയുള്ള കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാവുക, എന്തൊക്കെയാണ് അവിടെയുള്ള എന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി ആണെങ്കിൽ ഇന്ത്യയിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള റേറ്റ്സും ഇവിടെ കാണിക്കുന്ന റേറ്റ്സും തമ്മിൽ എങ്ങനെ ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതായിരുന്നു ഇവിടെ. സംഭവം നമ്മുടെ ഇന്ത്യയിലുള്ളതിനേക്കാളും കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. അത് സ്വാഭാവികമായിട്ടും ഇത്രയും സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അത്യാവശ്യം നല്ലോണം ഷോപ്പിംഗ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, എനിക്ക് തോന്നിയത് ഫുഡ് കൗണ്ടറിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു കൺട്രി ഇന്ത്യയുടെ ഫുഡ് കൗണ്ടേഴ്സ് ആയിരുന്നു തോന്നുന്നുണ്ട്. അത്രയും തിരക്കുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അബിക്കുട്ടനൊരു ഷോ കാണണമെന്ന് പറഞ്ഞിട്ട് അബിക്കുട്ടനെയും അനുക്കുട്ടിയും കൊണ്ട് അപ്പോഴും രഞ്ജോട്ടും കൂടി ഒരു ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരെടുത്ത വീഡിയോ ആണ് ഇത്. Seriously, guys. In a few minutes, this place will be teeming with cyberghosts. If we're gonna take this city back, we must disable that tower, permanently severing the connection between Tyranius and the Cybercops. Yeah! But how? By helping me get this box up there. Cybercops? Wait!
സംഭവം ഒരു സ്റ്റൺ ഷോക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. Listen, mate. What do you need? I'm approaching the first platform. Rabbit gets it. No, Fluffy! നമ്മൾ അതിനുശേഷം വീണ്ടും നമ്മുടെ എക്സ്പ്ലോറിംഗ് തുടർന്നുകൊണ്ടിരുന്നു. ഇതൊരു ടൈപ്പ് ഓഫ് സാൻഡ് ആർട്ടാണ് കേട്ടോ. മണൽ വെച്ചിട്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കുകയാണ്. ഇവിടെയൊക്കെ പല തരത്തിലുള്ള ഹണി ഉണ്ട്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അവർ നമ്മളോട് ടേസ്റ്റ് ചെയ്ത് നോക്കും പറഞ്ഞിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഷോപ്പിംഗ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പലതും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വെറൈറ്റി ഓയിൽസ് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അത്രയും വെറൈറ്റി ഓയിൽസ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്കിവിടെ വാങ്ങാൻ. അത്യാവശ്യം പോക്കറ്റ് നിറച്ച് കാശും എടുത്ത് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ മതിയായി എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡായി. ഞാനും ശ്രീജ ചേച്ചിയും ചേട്ടനും കൂടിയും അപ്പോഴും വിട്ടില്ല, നമ്മൾ മാക്സിമം ഓടി നടന്ന് കാണുമായിരുന്നു.
അങ്ങനെ നമ്മൾ അവസാനമായിട്ട് പോയ കൺട്രിയാണ് പാകിസ്ഥാൻ. പോവാൻ അധികം സാധ്യതയില്ലാത്ത ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു സെൽഫി എടുക്കാൻ മറന്നില്ല, എന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. വൈകുന്നേരം ഏകദേശം 6 മണിക്കാണ് നമ്മൾ ഉള്ളിലേക്ക് വന്നത്. ഇപ്പം സമയം 12 മണിയായിട്ടുണ്ടായിരുന്നു. ഇത്രയും ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും പെട്ടെന്നാണ് ടൈം പോയത്. അങ്ങനെ നമ്മളെല്ലാവരും പതുക്കെ ഗ്ലോബൽ വില്ലേജിനോട് യാത്ര പറഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദുബായിലേക്ക് പോവുകയാണെന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു, ഗ്ലോബൽ വില്ലേജ് ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ദുബായിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.